പൊങ്കാല നിവേദ്യത്തിനുള്ള സമയമാവുകയാണ്. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ക്ഷേത്ര പരിസരത്ത് നിന്ന് ആദ്യം ചേരുന്നത് സ്മിത ഹരിദാസ് ആണ്. സ്മിത, അല്പസമയത്തിനകം നിവേദ്യത്തിന്റെ സമയമാകുന്നു. ഇനി എല്ലാവരും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിന്റെ ചടങ്ങുകൾ ക്ഷേത്ര ശ്രീകോവിലിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ, അല്ലേ? അതെ വിജയകുമാർ, ഇപ്പോൾ ശ്രീകോവിലിൽ ആ ചടങ്ങുകൾ, നിവേദ്യം, ആ ചടങ്ങ് അവിടെ നടക്കുകയാണ്. അതിനുശേഷം സഹമേൽശാന്തി അവിടെ നിന്ന് തീർത്ഥവുമായി എത്തും. അതിന് ഇവിടെ ഈ നമ്മുടെ ഭണ്ഡാര അടുപ്പിന് ചുറ്റുമായി എല്ലാവരും വീണ്ടും വന്ന് നിന്ന് കഴിഞ്ഞു. ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹികളുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഭക്തർ, അധികം പേർക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, വലിയ തിരക്ക്, അത് പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. പക്ഷേ അവിടെ അത്യാവശ്യം ആളുകളൊക്കെ വന്നിരിക്കുന്നു. പിന്നെ ഈ തോറ്റമ്പാട്ടിലെ കുട്ടികൾ ഇങ്ങനെ കടന്നു പോകുന്നതുകൊണ്ട് അവർ കുളിച്ച് ഈർന്നണിഞ്ഞ് ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ദർശനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിവേദ്യം, അത് തീർത്ഥവുമായി ഇങ്ങോട്ട് വരുന്നു. പിന്നെ ഭണ്ഡാര അടുപ്പിലെ പൊങ്കാലയിൽ ആദ്യം നിവേദ്യം, തീർത്ഥം തളിച്ചു കഴിഞ്ഞാൽ ആ നിവേദ്യ സമർപ്പണം പൂർത്തിയായി എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതേസമയം തന്നെ 300ഓളം പേരുണ്ട്. അവരെല്ലാവരും പലയിടങ്ങളിലേക്കായി പോയി എല്ലാ ഭക്തരുടെയും പൊങ്കാലക്കലങ്ങളിൽ തീർത്ഥം തളിക്കുന്നു. ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടിയും ഉണ്ടാകും. അതോടെ ഈ വർഷത്തെ പൊങ്കാല നിവേദ്യ സമർപ്പണം പൂർത്തിയാകുന്നു എന്നുള്ളതാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ദൃശ്യങ്ങൾ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്ന് നാമജപങ്ങളോടെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ, നിവേദ്യ സമർപ്പണവും എല്ലാം തന്നെ ഭക്തർ കാണുന്നത്. വലിയ ചൂടുണ്ട്. ഉച്ചയായി ഇതാ നമുക്കിപ്പോൾ ശബ്ദം കേൾക്കാം. ആകാശത്ത് ഇങ്ങനെ ഹെലികോപ്റ്റർ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചത്തിൽ മേളം ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നു. അതെന്തിൻ്റെ ലക്ഷണമാണെന്ന് വിജയകുമാർ മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ നിവേദ്യ സമർപ്പണത്തിനുള്ളത് അവിടെ ശ്രീകോവിലിനകത്തു നിന്ന് ഉടൻ തന്നെ സഹമേൽശാന്തി ഇങ്ങോട്ടേക്ക് എത്തും. അതോടെ നിവേദ്യ സമർപ്പണം പൂർത്തിയാകുന്നതിൻ്റെ ആ ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കും. വലിയ തിരക്കാണ് ഇത്തവണയും. വലിയ ചൂടുണ്ടെങ്കിൽ പോലും നല്ല ചൂടുണ്ട്. കൊടും ചൂടാണ്. കൊടും ചൂടെന്നൊന്നും പറഞ്ഞാൽ ഈ ചൂടിൻ്റെ ഒരു കാഠിന്യം എത്രത്തോളം നമുക്ക് മനസ്സിലാകുമെന്നറിയില്ല. അത്രയും ചൂടാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഭക്തരെല്ലാവരും തന്നെ ഈ ഒരു ചടങ്ങ് കൂടി പൂർത്തിയാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എത്രയോ ദിവസങ്ങളായി കാത്തിരിക്കുന്നതാണ്. ആ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്നത്തെ ഈ ആത്മാർപ്പണത്തിൻ്റെയും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ആ ഒരു മൂർധന്യ അവസ്ഥയിലേക്ക് അവരെത്തുന്നത്. വിജയകുമാർ. സ്മിത നൽകുകയായിരുന്നു വിവരങ്ങൾ. സ്മിത പറഞ്ഞതുപോലെ കൊടും ചൂടാണ്. കുംഭമാസത്തിന്റെ അവസാന പാദമാണ്. അപ്പോൾ ചൂട് കുറെ കൂടി കനക്കും. പക്ഷേ ഏതാണ്ട് 30-35 ഡിഗ്രിക്കൊക്കെ അടുത്ത് ചൂടുണ്ട്. തിരുവനന്തപുരത്തെ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 30-35 ഇടയിലാണ്. പക്ഷേ അതൊരു 38-40 ഒക്കെ ഫീൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ തന്നെ അവരുടെ വിവരങ്ങളിൽ കിടക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ കൊടും ചൂടാണ്. അതിനെയൊക്കെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ തിരുവനന്തപുരത്ത് കാത്തു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സ്മിത പറഞ്ഞതുപോലെ അത് നിവേദ്യത്തിൻ്റെ സമയമാണ്. അതിനുള്ള മേളമൊക്കെ ക്ഷേത്ര പരിസരത്ത് ശ്രീകോവിലിന് മുന്നിലൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അനുജ രാജേഷ് കൂടി ചേരുന്നുണ്ട്. അനുജയും ക്ഷേത്ര പരിസരത്ത് തന്നെയാണുള്ളത്. നേരത്തെ അനുജ നിൽക്കുന്ന സ്ഥലത്തൊക്കെ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിലേക്ക് അവിടെ ദർശനത്തിനായൊക്കെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇനിയിപ്പോൾ ദർശനമൊക്കെ കിട്ടി മടങ്ങാൻ കുറേ സമയമെടുക്കും. ഇനിയുള്ള ക്ഷേത്രത്തിലെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഈ മുഴുവൻ അടുപ്പുകളിലേക്കും മുഴുവൻ വിശ്വാസികളുടെയും പൊങ്കാല കലങ്ങളിലേക്ക് ആ തീർത്ഥമെത്താൻ ഇനിയും ഏതാനും നിമിഷങ്ങളെ ബാക്കിയുള്ള അതിൻ്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് അനുജ? വിജയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ പേർ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ദർശനം നിർത്തിവെച്ചിരിക്കുന്നു ഭക്തജനങ്ങൾക്ക്. കാരണം കുത്തിയോട്ട ബാലന്മാർ ദേവിയെ കണ്ടു വണങ്ങി അനുഗ്രഹം വാങ്ങുകയാണ്. 592 കുത്തിയോട്ട ബാലന്മാരാണ് ചൂഴൽക്കുത്ത് നടത്തുന്നത്. ഇന്ന് രാത്രിയാണത്. അപ്പോൾ അവർ കഠിന വ്രതമൊക്കെ എടുത്താണ്. കൊച്ചു കുട്ടികളാണ്. കുത്തിയോട്ട ബാലന്മാർ അവർ അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത ദർശനത്തിനുള്ള സമയം. അതിനിടയിലാണ് നിവേദ്യം നടക്കാൻ പോകുന്നത്. നൈവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങ് നടക്കാൻ പോകുന്നത്. അതിന് ഇവിടെ ഒരു പൊങ്കാല കലം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിലേക്ക് തീർത്ഥം തളിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങ്. ഇത് ബാക്കി എല്ലായിടങ്ങളിലും പൊങ്കാല ദേവിക്ക് സമർപ്പിച്ച എല്ലാ ഇടങ്ങളിലേക്കും പൂജാരിമാരെത്തി തീർത്ഥം തളിക്കും. തീർത്ഥം തളിക്കുന്നതോടെ അതിൻ്റെ വിശ്വാസം ദേവി അത് സ്വീകരിച്ചു, ആ പൊങ്കാല നിവേദ്യം സ്വീകരിച്ചു എന്നതാണ്. കൃത്യം 1:15 ചടങ്ങ് നടക്കാൻ പോകുന്നത്. പൊങ്കാലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ്. ദേവി അത് സ്വീകരിക്കുമ്പോൾ തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ദേവിക്ക് മുന്നിൽ വെച്ച് ദേവി അത് സ്വീകരിക്കുന്നു. അങ്ങനെ പുതിയൊരു ഊർജത്തോടെ ഭക്തർ മടങ്ങിപ്പോകുന്നു.
എങ്ങനെയാണ് അതിൻ്റെ വിശ്വാസം? ഇപ്പോൾ മേയർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ അല്പസമയത്തിനകം തന്നെ നൈവേദ്യം സമർപ്പിക്കൽ ചടങ്ങിലേക്ക് നമ്മൾ കടക്കും. ഇനിയിപ്പോൾ ഇന്ന് അതിനുശേഷം നടക്കാൻ പോകുന്നു ഈ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ പൊങ്കാല എന്നുള്ളതിന് സമാപനമാകും. പിന്നീട് എല്ലാവരും നാട്ടിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ള തിരക്കിലേക്കാകും. പ്രത്യേക ട്രെയിൻ ബസ് സർവീസുകളെല്ലാം ഉണ്ട്. കൂടാതെ ഈ നഗരം മുഴുവൻ വൃത്തിയാക്കുന്ന പരിപാടികളിലേക്ക് തൊട്ടടുത്ത നിമിഷം തന്നെ നഗരസഭാ അധികൃതർ, ശുചീകരണ തൊഴിലാളികൾ, കൂടാതെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ഉണ്ട്. അവരെല്ലാം ആ പ്രവൃത്തിയിലേക്ക് കടക്കും. വളരെ വേഗം തന്നെ നഗരം വൃത്തിയാക്കുന്ന പരിപാടിയിലേക്ക് അവർ കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഭക്തർ ഇനി കാത്തിരിക്കുന്നത് തങ്ങൾ തയ്യാറാക്കിയ വളരെ പ്രിയപ്പെട്ട ദേവിക്ക് പ്രിയപ്പെട്ട വിഭവങ്ങൾ അത് ദേവി സ്വീകരിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിലേക്ക് പോകുന്നു. കൂടാതെ ഇനി അമ്പലത്തിലെ മറ്റ് ചടങ്ങുകൾ നോക്കിയാൽ ഇന്ന് രാത്രി കുത്തിയോട്ടം ഉണ്ട്. ചൂരൽകുത്ത് നടക്കും. അത് രാത്രിയാണ്. ആ ബാലന്മാരാണ് ഇപ്പോൾ ദേവിയെ തൊഴുത് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലുള്ളത്. ദേവിയുടെ എഴുന്നള്ളത്ത് ഇന്ന് മണക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് രാത്രിയുണ്ട്. നാളെ രാവിലെ തിരിച്ചെഴുന്നള്ളത്ത്. അതിനുശേഷം രാത്രിയാകുമ്പോഴേക്കും കാപ്പഴിച്ചു വെക്കുക. കാപ്പ് കെട്ടിയാണ് ഈ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. കാർത്തിക നാളിൽ നാളെ ഉത്സവത്തിൻ്റെ അവസാന ദിനമാണ്. കാപ്പഴിച്ചു വയ്ക്കും. രാത്രി 1 മണിക്ക് ഗുരുതി. അതോടെ പൊങ്കാല ഉത്സവ ചടങ്ങുകൾ അത് അവസാനിക്കും.